ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ അടുക്കളയിൽ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാവേ. ഇപ്പോൾ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കറിയും കൂടി ചോറിന് വേണം തോന്നുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ തീ കത്തിക്കോ വേവാനായിട്ട് വെക്കോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട. ഏറ്റവും കൂടി ഒരു 5 മിനിറ്റ് മാത്രം മതി ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മിനുസ് ടേസ്റ്റി കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കൺ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ വേണ്ടത് ഒരു സവാളയാണ്. ഇതിപ്പോൾ ഞാൻ മീഡിയം സൈസുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നല്ല പഴുത്ത 2 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 3 നല്ല എരിവുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും തന്നെ വേണ്ട നമ്മുടെ ഈ കറിക്ക്. ഇത്രയും മാത്രം തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ഈ സവാള നല്ല പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ തക്കാളിയും നല്ല പൊടിയായിട്ട് വേണം അരിയാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ കട്ടിങ് ചോപ്പറിലേക്ക് നമ്മുടെ സവാള ഇതേപോലെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ചോപ്പർ തന്നെ വേണമെന്നില്ല, കൈ ഉപയോഗിച്ച് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്താലും മതിയാവും. എങ്ങനെയാണെങ്കിലും തീരെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ നല്ല പൊടിയായിട്ട് ഞാൻ നമ്മുടെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സവാള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയൊരു കറിക്ക് അത് തന്നെ ധാരാളമാണ്. ഇനി നമ്മുടെ ഈ സവാള നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ തക്കാളിയും ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. തക്കാളി ആണെങ്കിലും നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. പച്ച തക്കാളി എടുക്കരുത്, അപ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പഴുത്ത തക്കാളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതും നന്നായിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തക്കാളി നമ്മുടെ ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റും ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതും ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം ഞാനത് ഇടുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തും നമ്മളിട കറിവേപ്പിലയും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ. കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ അങ്ങനെ തന്നെ ഇടരുത്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഒപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൈവച്ച് നന്നായിട്ട് നമുക്കൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. കാര്യം നമ്മുടെ ചോപ്പറിൽ വെച്ച് നമ്മുടെ സവാളയും അതേപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. എന്നാലും ആ ഉപ്പൊക്കെ ചേർത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് തിരുമ്പുമ്പോൾ ശരിക്കും എല്ലാം കൂടി മിക്സ് ആയിക്കോളും. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് വിനാഗിരിയാണ്. ഇപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ എടുത്ത് വിനാഗിരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചൊറുക്കയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. നമ്മുടെ ചോറിൻ്റെ കറി ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സിമ്പിളല്ലേ. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെയൊക്കെ ആണെങ്കിലും ഒരു അടിപൊളി സൈഡ് ഡിഷായിട്ട് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഈ കറി. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയ കമൻസൊക്കെ എന്നെ അറിയിക്കുക. ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ വേറെയും കുറേ സൈഡ് ഡിഷ് കറികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരുപാട് കറികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ.